بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. അല്ലാഹുമ്മ സിദ്നാ ഇൽമാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു തആല ആ നിലക്ക് ജീവിച്ച് മരിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ പകുതിയോളം നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുപോയി. ഏറെ ശ്രദ്ധയോടുകൂടി കാണേണ്ട, അതല്ലെങ്കിൽ ഏറെ പവിത്രമായി നമ്മുടെ കർമ്മങ്ങളൊക്കെ എല്ലാ നിലക്കും ശുദ്ധീകരിക്കേണ്ട വിലപ്പെട്ട നിമിഷങ്ങളാണ് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നതും. ഇന്ന് റമദാൻ 17 നാളെ ഇൻഷാ അല്ലാഹ് റമദാൻ 17 റമദാൻ 17 മുസ്ലിമീങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു ചരിത്ര സംഭവം നടന്ന ദിവസമാണ് റമദാൻ 17. ഈ റമദാനാകട്ടെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയാണ്. ഖുർആൻ ഇറങ്ങിയത് റമദാനിലാണ്. നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതും നമുക്ക് റമദാനിലാണ്. ലൈലത്തുൽ ഖദർ നിശ്ചയിക്കപ്പെട്ടത് റമദാനിലാണ്. അതോടൊപ്പം തന്നെ ഖുർആനിൻ ഫുർഖാൻ എന്ന പേര് കൂടിയുണ്ട്. ഫുർഖാൻ എന്ന പേര് കൂടിയുണ്ട് ഈ ഖുർആനിന്. ഇതേ ഫുർഖാൻ എന്ന പദം ഖുർആൻ ഉപയോഗിച്ച മറ്റൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം, അതല്ലെങ്കിൽ ആ സംഭവം ബദർ യുദ്ധത്തിനാണ് ഖുർആൻ ഫുർഖാൻ എന്ന പേര് നൽകിയത്. അത് റമദാൻ 17 സഹോദരങ്ങളെ നടന്നത്. എന്തിനാണ് ബദർ യുദ്ധം നടന്നത്? ലിയുഹിഖൽ ഹഖ വയുബ്തിലൽ ബാത്തിൽ. സത്യത്തെ സ്ഥിരപ്പെടുത്താനും അസത്യത്തെ ഇല്ലായ്മ ചെയ്യുവാനാണ് ബദർ യുദ്ധം നടന്നത്. എന്താണ് ബദർ? ബദർ യുദ്ധത്തിലൂടെ നാം അറിയേണ്ട പാഠമെന്ത് എന്നതാണ് നമ്മുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എൻ്റെ സഹോദരങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹിജറ 2 റമദാൻ 17 ഞാൻ പറഞ്ഞല്ലോ ബദർ യുദ്ധം നടക്കുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കുതിരകളും 7 ഒട്ടകങ്ങളും ഉപയോഗിച്ചപ്പോൾ ശത്രുവിൻ്റെ സൈന്യത്തിൽ 100 കുതിരകളും 700 ഒട്ടകങ്ങളുമായിട്ടാണ് അവർ വന്നത്. 1000-ഓളം വരുന്ന സംഘങ്ങൾ അവരിലുണ്ട്.
300ഓളം വരുന്ന സംഘങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ആൾബലവുമില്ല, സാമ്പത്തിക ബലമില്ല, ആയുധബലമില്ല. പ്രതീക്ഷിക്കാത്ത ഒരു യുദ്ധമായിരുന്നു ബദർ. യുദ്ധത്തിന് വേണ്ടിയായിരുന്നില്ല പോയത്, യുദ്ധത്തിലെത്തുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. അവസാനമാണ് ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യമുണ്ടായതും അതിനുവേണ്ടി ആളെ കുട്ടിയതും. ഈ നിലക്ക് ശത്രുവാകട്ടെ എല്ലാ നിലക്കും ഒരുങ്ങിക്കഴിഞ്ഞാണ് മുസ്ലിമീങ്ങളെ തുരത്താൻ. അതല്ല, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന് ആ മദീനയിലിട്ട് തന്നെ മദീനക്ക് പുറത്ത് വെച്ച് ബദറിൽ വെച്ച് മുസ്ലിമീങ്ങളെ ഒന്നാകമാനം ഇല്ലാതാക്കാനായിരുന്നു അബൂജഹലിൻ്റെയും കൂട്ടരുടെയും പരിപാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ സങ്കടം വന്നു, ഏറെ വിഷമം വന്നു. കാരണം ആളില്ല, സാമ്പത്തികമില്ല, അതേപോലെ ആയുധബലവുമില്ല. ശത്രുവിനാകട്ടെ എല്ലാം ഉണ്ട് താനും. മുഹാജിരീങ്ങളുടെ ഭാഗത്ത് വന്ന് മുഹാജിരീങ്ങളുടെ നേതാവായിട്ട് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് മുഹാജിരീങ്ങളെ ആ മുഹാജിരീങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയാണ്. മിഖ്ദാദേ, എന്ത് ചെയ്യണം? ഇതാണ് സാഹചര്യം. യുദ്ധത്തിന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, വല്ലാഹി ലാ നഖൂലു ലക കമാ ഖാലത് ബനു ഇസ്രായീൽ ലിമൂസ. റസൂലേ, നന്ദികെട്ട ബനു ഇസ്രായേല്യർ മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ താങ്കളോട് പറയില്ല. എന്താ ബനു ഇസ്രായേലിൽ മൂസാ നബിയോട് പറഞ്ഞത്? മൂസ, താങ്കളും അതേപോലെ തന്നെ താങ്കളുടെ റബ്ബും യുദ്ധം ചെയ്തോ ഈ ആളുകളോട്? വഇന്നാ ഹാഹുന ലഖാഇദൂൻ, ഞങ്ങളിവിടെ ഇരിക്കട്ടെ. അല്ലേ, മൂസാ നബിയുടെ അനുയായികൾ പറയാണ്, താങ്കളും റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ, ഞങ്ങളിവിടെ ഇരിക്കാം. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഇതുപോലെ നന്ദികെട്ട വാക്ക് ഈ സന്നിഗ്ധ ഈ ഒരു സമയത്ത് ഞങ്ങൾ പറയില്ല. ഞങ്ങൾ പറയുന്നു, ഇതാ മുഹാജിരീങ്ങൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിരീങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ പറയാണ്, വലാകിൻ നഖൂലു ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില വഇന്നാ മഅകുമാ മുഖാതിലൂൻ. നിങ്ങളും റബ്ബും പോയി യുദ്ധം ചെയ്തോ, കൂടെ ഞങ്ങളുമുണ്ട് റസൂലേ, കൂടെ ഞങ്ങളുമുണ്ട്. അള്ളാഹിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകും, നിങ്ങളുമുണ്ടല്ലോ, പിന്നിൽ ഞങ്ങളുമുണ്ട് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഒരാശ്വാസം നൽകി. റസൂലുള്ളാഹിക്ക് സന്തോഷമായി. ഉടനെ പോയി അൻസ്വാരികളിലേക്ക്. ആരാണ് അൻസ്വാരി? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിരീങ്ങൾക്ക് എല്ലാ നിലക്കും സേവനം ചെയ്ത അൻസ്വാരികൾ. എന്തിനാണ് ഇവരോട് ചോദിച്ചത്? ഒരു കരാറുണ്ട് അൻസാരികളുമായിട്ട്. എന്താണ് ആ കരാർ? മദീനയിൽ വെച്ച് നബിയെ ആക്രമിക്കുന്ന ആരാണെങ്കിലും അവർക്കെതിരെ ഞങ്ങൾ തിരിയുമെന്ന മദീനത്തെ അൻസാറുകളുമായിട്ടുള്ള കരാർ. പക്ഷേ ബദറാകട്ടെ മദീനയിൽ നിന്നൊരു 160ഓളം കിലോമീറ്റർ യാമ്പുവിന് തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്താണ് ബദർ നടക്കുന്നത്, ബദർ സ്ഥിതി ചെയ്യുന്നത്. ആ ബദർ മദീനക്ക് പുറത്താണ്. മദീനക്ക് പുറത്ത് വെച്ച് റസൂലുള്ളാഹിയെ സഹായിക്കുമെന്നുള്ള ഒരു കരാർ മദീനക്കാരുമായിട്ട് റസൂലുള്ളാഹി ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അൻസാരികളോട് പോയി ചോദിക്കുന്നത്. അൻസാരികളോട് ചോദിക്കുന്നു, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആ മദീനത്തെ വലിയൊരു ഗോത്രത്തലവനാണ്, അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത്, അല്ലേ എന്താണ് അൻസാരികളുടെ സ്ഥിതി എന്ന്. സഅദ് ആ ഗോത്രക്കാരിലെ തലവനാ. മദീനക്കാർക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി മദീനയിൽ പറഞ്ഞയച്ചപ്പോൾ ആ തലവനായ സഅദ് വന്ന് മിസ്അബിനോട് പറയുന്നുണ്ട്, മിസ്അബേ, ജീവൻ വേണേ ഇവിടുന്ന് പോയിക്കോ. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് താങ്കൾ എന്തോ ഒരു മോശപ്പെട്ട സംസാരങ്ങൾ ഏതോ ഒരു മുഹമ്മദിനെ കുറിച്ച് പറയുന്നു എന്ന് ഈ നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് നിന്റെ ഉടലിൽ തല വേണമെങ്കിൽ, നിനക്ക് ജീവൻ വേണമെങ്കിൽ പോയിക്കോ എന്ന് പറയുമ്പോൾ മിസ്അബ് പറയാണ്, സഅദേ, ഒന്ന് കേട്ടുകൂടെ ഈ സംസാരം, ഞാൻ പറയുന്നത് ഒന്ന് കേട്ടുകൂടെ? അങ്ങനെ കേട്ടു. സഅദ് മുസ്ലിമായി, ആ ഗോത്രം മുഴുവനും മുസ്ലിമായി. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു ആ നാട്ടിലെ നേതാവായിട്ട് അതിനെ അറിയപ്പെട്ടു. ബദറിൻ്റെ നേരത്തും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ബിൻ മുആദിനോട് ചോദിക്കുന്നു, സഅദേ, ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലമായി പോയിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിക്കാത്തതായിരുന്നു, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് പറഞ്ഞു, റസൂലേ, ഫഖദ് ആമന്നാ ബിക്
വസദ്ദഖ്നാക വശഹിദ്നാ അന്ന മാ ജിഅത ബിഹി ഹുവൽ ഹഖ്. റസൂലേ, ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചവരാ, സത്യപ്പെടുത്തിയവരാ, താങ്കൾ കൊണ്ടുവന്നത് സത്യമാണെന്ന് സാക്ഷ്യത്വം വഹിക്കുന്നവരാ. അതുകൊണ്ട് ഫംളി യാ റസൂലല്ലാഹ് ലവിസ്തഅറൽത ബിനാ ഹാദൽ ബഹർ. റസൂലേ, ഞങ്ങളെയും കൊണ്ട് പൊയ്ക്കോ നിങ്ങൾ. ഈ സമുദ്രം മുറിച്ചു കടക്കാനാണ് താങ്കൾ ഞങ്ങളോട് പറയുന്നതെങ്കിൽ ഈ സമുദ്രം മുറിച്ചു കടക്കാൻ ഞങ്ങൾ തയ്യാറാ. ഫസിർ ബിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെയും കൊണ്ട് സഞ്ചരിച്ചോ. ആശ്വാസം കൊടുത്തു, സമാധാനം കൊടുത്തു. പിന്നിൽ ഞങ്ങളുണ്ട്. ഒരു കടൽ മുറിച്ച് കടക്കാനാ പറഞ്ഞതെങ്കിലും ഞങ്ങളതിന് തയ്യാറാ. പ്രിയപ്പെട്ടവരെ, ഇതാ റസൂലുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചെയ്യുന്നത്. നമ്മളോ അല്ലേ? എത്ര ദിവസമായി ഒരു വലത്തേ കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ റസൂലുള്ള പറഞ്ഞതാണ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ വലത്തേ കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ നമ്മൾ തയ്യാറില്ല. നമ്മൾ വലിയ വീമ്പളക്കും. നബിയുടെ കാലത്ത് എനിക്കും ജീവിക്കാൻ കൊതിയുണ്ടായിരുന്നു. എന്തിനാ? കൂടെ യുദ്ധത്തിന് പോകാനും വലിയ സഹാബിയായിട്ട് മാറിത്തീരാൻ അല്ലേ? ഒരു ഉംറയ്ക്ക് പോയാൽ മൊട്ടടിക്കാൻ നമുക്ക് മടിയാണ് അല്ലേ? റസൂലുള്ളാഹിന്റെ ഒരു ചെറിയ കാര്യം നമ്മൾ എടുക്കാൻ നമ്മൾ തയ്യാറല്ല. എന്നിട്ടാണ് നമ്മൾ വീമ്പളക്കുക. ഞാനൊക്കെ ആ നാട്ടിലായിരുന്നു ജീവിക്കേണ്ടത്, കൂടെയായിരുന്നു ഉണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, സഹാബത്ത് റസൂലുള്ളാഹി പറഞ്ഞോ അതനുസരിക്കാണ് നബിയെ ഞങ്ങൾ തയ്യാറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നിലക്കും സന്തോഷത്തിലായി. കാരണം മുഹാജിരീങ്ങളും അൻസാരികളും എല്ലാ നിലക്കും ഐക്യത്തിലാണ്, കൂടെയുണ്ട് എന്നുള്ള ആ ഒരു നിലക്കുള്ള ഒരു കൃത്യമായ ബോധനം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾക്കൊരു ഗുണപാഠമുണ്ട്. സഹോദരന്മാരെ, പറഞ്ഞു വന്നത് രണ്ട് വിഭാഗത്തോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിപ്രായം ചോദിച്ചപ്പോൾ രണ്ട് വിഭാഗവും കൃത്യമായ നല്ല നിലക്കുള്ള മറുപടി നൽകി. എന്താ പ്രിയപ്പെട്ട സമുദായമേ നാം ഇതിൽ നിന്ന് പഠിക്കേണ്ട ഗുണപാഠം? ഞാൻ നേതാവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകളോട് തീരുമാനമെടുക്കുന്നതിൻ്റെ മുമ്പേ ഒരു മുഷാവറ നടത്തണം. ഇവിടെ റസൂലുള്ളാഹി സ്വന്തമായി തീരുമാനിക്കുന്നില്ല. അൻസാരികളോട് ചോദിക്കുന്നു, മുഹാജിറുകളോട് ചോദിക്കുന്നു. ഇന്ന് ഈ സമുദായത്തിൻ്റെ പ്രശ്നവും ഇത് തന്നെയാ. ഒരു മുഷാവറയില്ല, കൂടിയാലോചനയില്ല, ഒറ്റക്കൊറ്റക്ക് തീരുമാനമെടുക്കും. തീരുമാനമെടുക്കുമ്പോൾ ആളുകളോട് ആലോചിക്കണമെന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ നേതൃത്വം, പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം കൃത്യമായും അംഗീകരിക്കേണ്ടതുണ്ട്. നേതൃത്വം കൂടിയാലോചിക്കേണ്ടതുണ്ട്. അനുയായികൾക്ക് പറയാനുള്ളത് കേൾക്കേണ്ടതുണ്ട്. തീരുമാനമെടുക്കൽ നേതൃത്വം തന്നെയാണല്ലോ, എന്നാലും അനുയായികൾക്ക് ഈ ഒരു നിലക്കുള്ള അവസരം നേതൃത്വം നൽകണം. ഇത് നൽകില്ല. ഒരു അഭിപ്രായം പറയാൻ പോലും അവസരം നൽകില്ല. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ അത് നൽകി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലുള്ള സന്തോഷത്തോടു കൂടി പറഞ്ഞു, സ്വഹാബത്തെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയിക്കോ. നമ്മൾ 300 ആണെങ്കിലും 300-ൽ ചിലാനുമാണെങ്കിലും അവർ 1000-ൽ പരമുണ്ടെങ്കിലും ഇതാ വല്ലാഹി ലകഅന്നി അൽആൻ അൻദുറു ഇലാ മസാരിഇൽ ഖൗം, ഞാനിങ്ങനെ കാണുകയാണ് സ്വഹാബത്തെ, ബദറിൽ യുദ്ധം നടക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ നമ്മുടെയൊക്കെ വെട്ടേറ്റുകൊണ്ട് ബദറിൽ പിടഞ്ഞു വീഴുന്ന മുശ്രിക്കിന്റെ മൃതശരീരത്തെ ഞാനിങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയിക്കോ. റമദാൻ 17-നാണ് ബദർ നടക്കുന്നത്. റമദാൻ 16-ആയി. 16-ന്റെ അന്ന് രാത്രിയായി. നാളെ നേരം വെളുക്കുമ്പോൾ മുഖാമുഖം നിന്ന് യുദ്ധം നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുദീർഘമായി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. ബദറിന്റെ തലേന്ന്, അഥവാ ഇന്ന് റമദാൻ 16-ആണല്ലോ, ഇതുപോലെയുള്ള ഒരു റമദാൻ 17-ന് രാത്രി അല്ലാഹു തആല നല്ലൊരു മഴ നൽകി. എന്തിനാണ് ആ മഴ നൽകിയത്? ആ മഴയുടെയും തണുപ്പിന്റെയും സുഖം കൊണ്ട് സ്വഹാബികൾ ഒന്നടങ്കം ഉറങ്ങിപ്പോയി. അല്ല അവരെ ഉറക്കി. സ്വഹാബികളെ ഉറക്കിക്കഴിഞ്ഞു. എന്തിനാ അല്ല ഉറക്കിയത്? നാളെ നേരം വെളുക്കുമ്പോൾ ശത്രുവിനോട് പൊരുതാനുള്ളതാ. 1000-ഓളം വരുന്ന ശത്രുവിനോട് 300-ഓളം വരുന്ന സഹാബികൾക്ക് പോരാടാനുണ്ട്. ഇവിടെ കുതിരയുടെ ഫലമില്ല, അതേപോലെ ഒട്ടകത്തിന്റെ ഫലമില്ല. ശത്രുവിനാകട്ടെ ആയുധങ്ങളുണ്ട്, കുതിരകളുണ്ട്. എല്ലാ നിലക്കും മുസ്ലിമീങ്ങളുടെ ഇരട്ടിയോളം ശത്രുക്കളുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് അല്ലാഹ് സഹാബികളെ എല്ലാവരെയും ഉറക്കി. പക്ഷേ മുസ്ലിമിന്റെ ടെന്റിൽ ഒരാൾ മാത്രം ഉറങ്ങാൻ ബാക്കിയുണ്ടായിരുന്നു. അത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു മരത്തിന്റെ താഴെ
ഒരു മരത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈകൾ ഇങ്ങനെ മുകളിലേക്ക് തന്റെ കക്ഷം തന്റെ ത്വക്ക് ഭാഗം പുറത്ത് കാണുന്ന ആ ഒരവസ്ഥയിൽ മുകളിലേക്ക് കൈ നീട്ടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലം തുഅബദ് ഫിൽ അർളി അബദാ. അല്ലാഹുവേ, ഈ സംഘമെങ്ങാനും പരാജയപ്പെട്ടാൽ, ഈ മുസ്ലിം സൈന്യമെങ്ങാനും തോറ്റുപോയാൽ, അല്ലാഹുവേ, എനിക്ക് നാളെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ല എന്നല്ല, എനിക്ക് കുറവ് വരുമെന്നല്ല, ഞാൻ നാട് വിട്ടു പോകേണ്ടി വരുമെന്നല്ല. നാഥാ, ഈ സംഘത്തെ തോൽപ്പിക്കല്ലേ. ഈ സംഘത്തെ പരാജയപ്പെടുത്തിയാൽ ലം തുഅബദ് ഫിൽ അർളി അബദാ, ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ പിന്നെ ഒരാളും ഉണ്ടാകില്ല. അതുകൊണ്ട് ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, ഈ അവിശ്വാസികളോട് പൊരുതുമ്പോൾ നീ ഞങ്ങൾക്ക് സഹായിക്കണേ. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅത്തനി, എന്നോട് കരാർ ചെയ്തത് എനിക്ക് നീ നൽകണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവിന്റെ ടെന്റിലോ അബൂജഹലും കൂട്ടരും വന്ന ടെന്റിലോ പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, നാം പഠിക്കണം. നാളെ മുസ്ലിമീങ്ങളെ തോൽപ്പിക്കാനുണ്ട്. കുറച്ചു മാത്രം വന്ന മുസ്ലിമീങ്ങളെ എല്ലാ നിരക്കും തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള 100% ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അബൂജഹലിന്റെ ടെന്റിൽ, ശത്രുവിന്റെ ടെന്റിൽ കള്ളു കുടിച്ച് കൂത്താടി ഡാൻസുകൾ ചെയ്യുകയാണ്. ശത്രുവായ മുശ്രിക്കീങ്ങൾക്ക്, യോദ്ധാക്കൾക്ക് ആവേശം പകരാൻ ഡാൻസുകൾ ചെയ്യുന്ന പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഡാൻസുകൾ ചെയ്ത് പെണ്ണുങ്ങൾ കൂത്താടുമ്പോൾ അവരോടൊപ്പം മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്ന സന്തോഷം കൊണ്ട് അവരൊക്കെ തുള്ളിച്ചാടുകയാണ്. അബൂജഹലും ഇതുപോലെ പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുവേ, ഉൻസുർ അഹ്ലൽ ജുന്ദൈനി വഅക്രമൽ ഫിഅതൈനി വഖൈറൽ ഖബീലതൈൻ. അബൂജഹലും അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, ഈ 2 സൈന്യത്തിൽ നല്ല സൈന്യത്തെ നീ സഹായിക്കണേ. 2-ൽ 1 സൈന്യത്തെ സഹായിക്കണം. മാന്യന്മാരായ സൈന്യം, അതേപോലെ തന്നെ മാന്യന്മാരായ ഗോത്രം. അബൂജഹലിന്റെ ഭാഷയിൽ മുഹമ്മദ് നബി കുഴപ്പക്കാരനാ, കുടുംബം തകർത്തവനാ, ബന്ധങ്ങൾ നശിപ്പിക്കുന്നവനാ. അതുകൊണ്ട് റബ്ബേ, നല്ല സൈന്യത്തെ നീ ജയിപ്പിക്കണേ എന്ന് കഅബത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അബൂജഹലും മക്കയിൽ നിന്ന് ബദറിലേക്ക് വന്നത്. കള്ളു കുടിച്ച് കൂത്താടി ഡാൻസുകൾ ചെയ്ത് കൂത്താടുന്ന ഒരു ടെന്റ് മറുഭാഗത്ത്. ഒരു ഭാഗത്തോ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ 2 കയറങ്ങളും ഉയർത്തിക്കൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. നേരം വെളുത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് അള്ളാഹിനോട് ദുആ ചെയ്ത് താൻ തലമറച്ച തോൾമറച്ച തട്ടം താഴേക്ക് വീണപ്പോ അത് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് പറയുന്നു, റസൂലേ, പ്രാർത്ഥന മതിയാക്കിക്കോ റസൂലേ, അള്ളാഹുവിന്റെ സഹായം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ സഹായം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നേരം വെളുത്തു, 17 രാവിലെ ആയപ്പോ അള്ളാഹുവിന്റെ റസൂലിന് പിന്നെയും പേടി വരികയാ. 1000-ഓളം വരുന്ന ശത്രുവിന്റെ സൈന്യമാ കണ്ണിന്റെ മുമ്പിൽ കാണുന്നത്. അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, അലി, ഒന്ന് പോയി നോക്കിവാ, ശത്രുവിന്റെ സൈന്യത്തെക്കുറിച്ചൊന്ന് അറിഞ്ഞുവാ. അതറിഞ്ഞു വരുമ്പോ വീണ്ടും റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്നു, നാഥാ, എനിക്ക് തന്നത് നീ നൽകണേ, എന്നെ പരാജയപ്പെടുത്തല്ലേ. അല്ലാഹുവേ, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅത്തനി, എന്നോട് നീ കരാർ ചെയ്തത് ഈ സമയത്ത് തരണേ റബ്ബേ. ഈ സംഗമെങ്ങാനും തോറ്റുപോയാൽ നാളെ മുതൽ നിന്നെ ആരാധിക്കുന്ന ഒരു മുസ്ലിം പോലും ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോ അബൂബക്കർ പറയുന്നു, നബിയെ, മതിയാക്കു നബിയെ, അള്ളാഹുവിന്റെ സഹായം വരുന്നു. അള്ളാഹ് സഹായം ഇറക്കി. ഖുർആൻ പറയുന്നു, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും റബ്ബുക്കും അന്നി മുമിദ്ദു ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. താങ്കളുടെ റബ്ബിനോട്, നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം അള്ളാഹു ആ നേരത്ത് നിങ്ങൾക്ക് ഉത്തരം നൽകി. എന്താണ് റബ്ബിന്റെ ഉത്തരം? അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. തുടർച്ചയായിട്ട് ഇറങ്ങി വരുന്ന 1000-കണക്കിന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് താങ്കളെ സഹായിക്കുമെന്ന് അല്ലാഹു തആല വഹി നൽകിയ ആ നേരം അല്ലാഹ് സഹായിച്ചു. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. സഹാബത്തെല്ലാവരും ശരിക്കും ഉറങ്ങി. നേരം വെളുക്കുമ്പോൾ യുദ്ധത്തിന് തയ്യാറായി. അള്ളാഹിന്റെ സഹായം കൂടി വന്നു.
മലക്കുകൾ ഓരോന്നോരോന്നായിട്ട് ആയിരക്കണക്കിന് മലക്കുകൾ ബദറിന്റെ ഭൂമിയിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി. അള്ളാഹ് മലക്കുകൾക്കും വഹി കൊടുത്തു. എന്താ നൽകിയത്? മലക്കുകളെ ഇത് യൂഹി റബ്ബുക ഇലൽ മലായിക, നിന്റെ റബ്ബ് മലക്കുകൾക്കും വഹി നൽകിയിട്ടുണ്ട്. അന്നീ മഅക്കും, ഞാൻ താങ്കളോടൊപ്പമുണ്ടെന്ന്. ഫസബ്ബിതുല്ലദീന ആമനൂ, മുസ്ലിമീങ്ങൾക്ക് സ്ഥൈര്യം നൽകാൻ, കാലിന് ഉറപ്പ് നൽകാൻ. സഉൽഖിയ ഫീ ഖുലൂബില്ലദീന കഫറു, നിഷേധികൾക്ക് കൽബുകളിൽ ഒരു പേടി കൊടുക്കാനും, കഫറു റുഅബ, ഒരു പേടി കൊടുക്കാനും. ഫളറിബു ഫൗഖൽ അനാഖ്, പിരടിക്ക് മുകളിൽ വെട്ടാനും. വളറിബു മിൻഹും കുല്ല ബനാൻ, വിരലുകളെ ഛേദിക്കാനും അല്ലാഹു മലക്കുകൾക്ക് വഹി കൊടുത്തു. കൊല്ലാൻ തന്നെയാണ് വഹി കൊടുത്തത്. ഈ മുശ്രിക്കീങ്ങളെ കഴുത്തിന് മുകളിൽ വെട്ടാനും വിരലുകൾ ഛേദിക്കാനും അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് അല്ലാഹു തആല വഹി നൽകി. ബദർ യുദ്ധം നടക്കുന്നു. ഒരു സഹാബി പറയുന്നു, യുദ്ധം ഘോരമായി നടക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു മുശ്രിക്കിനെ കൊല്ലാൻ വേണ്ടി പാത്തും പതുങ്ങിയും നിൽക്കുകയാണ്. ആ നേരം പക്ഷേ ഞാൻ കൊല്ലുന്നതിന് മുമ്പേ ആ മുശ്രിക്കത ഒരു വാളുകൊണ്ട് വെട്ടേറ്റുകൊണ്ട് നിലത്ത് വീണ് പിടയുന്നു. ആളെ ഞാൻ കണ്ടിട്ടില്ല, വാളിൻ്റെ ശബ്ദം കേട്ടു. യുദ്ധം കഴിഞ്ഞപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിവരം പറഞ്ഞു. റസൂലേ, ഒരാളെ കൊല്ലാൻ ഞാൻ പോകുമ്പോൾ എന്നേക്കാൾ മുന്നേ ആ വ്യക്തിയുടെ മൂക്കിന് ചെരിക്കുന്ന രീതിയിൽ ചെരിച്ചുകൊണ്ട് ആ മൂക്കിനെ വെട്ടി. ആ മുശ്രിക്ക് പിടഞ്ഞു വീണു. ഞാനല്ല കൊന്നത്, പക്ഷേ എനിക്ക് ആളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി പറയുന്നു, താങ്കൾ പറഞ്ഞത് സത്യമാണ്. ദാലിക മദദും മിനസ്സമാ, അത് ആകാശത്ത് നിന്നുള്ള സഹായമാണ്, അഥവാ മലക്കുകൾ ചെയ്ത പണിയാണത്. ആ നിലക്ക് പ്രിയപ്പെട്ടവരെ, 1000-ൽ പരം വന്ന ശത്രുവിൻ്റെ സൈന്യവും അതോടൊപ്പം തന്നെ 300-ൽ ചിലാൻ വന്ന റസൂലുള്ളാഹിയുടെ സൈന്യവും തമ്മിൽ നേർക്കുനേർ യുദ്ധം ചെയ്തപ്പോൾ ആ നിലക്ക് പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് യുദ്ധം അനുകൂലമായി. 70ഓളം ശത്രു സൈന്യം കൊല്ലപ്പെട്ടു, ശത്രുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ 70ഓളം ആളുകളെ മുസ്ലിമീങ്ങൾ തടവിലാക്കുകയും ചെയ്തു. മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് 14ഓളം വരുന്ന ആളുകൾ ഷഹീദുകളായി. ബദർ യുദ്ധത്തിൽ ഇവരല്ല പ്രിയപ്പെട്ടവരെ ബദരീങ്ങൾ. നമ്മൾക്കൊരു ധാരണയുണ്ട്, ബദറിൽ കൊല്ലപ്പെട്ട ഷഹീദായവരാണ് ബദരീങ്ങളെന്ന്. അല്ല, ബദർ യുദ്ധത്തിന് പങ്കെടുത്ത എല്ലാവരെയും പറയുന്ന പേര ബദരീങ്ങളെന്ന്. അങ്ങനെ മുസ്ലിമീങ്ങൾ ഈ യുദ്ധത്തിൽ വിജയിച്ചു. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഇതിൽ നിന്നുള്ള ഗുണപാഠം? അല്ലാഹ് പറയുന്നു, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. മുസ്ലിമീങ്ങളെ, നിങ്ങൾ കുറച്ചാളുകളായിക്കൊണ്ട് ബദറിലേക്ക് പോയപ്പോൾ, നിന്ദ്യരായിക്ക് ബദറിലേക്ക് പോയപ്പോൾ നിങ്ങളെ ഞാൻ സഹായിച്ചു, നാം സഹായിച്ചു. അള്ളാഹുവിൻ്റെ സഹായമുണ്ടായി. ആർക്ക്? മുസ്ലിം സൈന്യത്തിന്. എന്താ മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം? ബദറിൻ്റെ തലേന്ന് ഒരു മരത്തിൻ്റെ തണലിൽ നിന്ന് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ വിജയിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ബദറിലേക്ക് പോയത്. അബൂജഹലോ കഅബത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അല്ലാഹ് അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട്, അള്ളാഹുവേ ഈ രണ്ട് സൈന്യത്തിൽ ഏത് സൈന്യമാണോ നല്ലത്, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത, കുടുംബ ബന്ധങ്ങൾ തകർക്കാത്ത, ഉത്തമമായ ഗോത്രങ്ങളുള്ള ഏത് ഗോത്രമാണോ റബ്ബേ ആ സൈന്യത്തെ വിജയിപ്പിക്കണേ എന്ന് പരിശുദ്ധ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ബദറിലേക്ക്, അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി ബദറിലേക്ക്, അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ട് അബൂജഹലും ബദറിലേക്ക്. പക്ഷേ നാം പറയുന്നു റസൂലുള്ളാഹിയുടെ സൈന്യമാണ് മുസ്ലിം സൈന്യമെന്ന്, അബൂജഹലിന്റെ സൈന്യമാണ് കാഫിറിന്റെ സൈന്യമെന്ന്. എന്നാലോ രണ്ടുപേരും അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ട് ബദറിന്റെ യുദ്ധഭൂമിയിലേക്ക് വരുന്നു. എന്താ പ്രിയപ്പെട്ടവരെ വ്യത്യാസം? ലോക മുസ്ലിം സമുദായമേ, നാം പഠിക്കണം. അള്ളാഹിനോട് ദുആ ചെയ്ത് ബദറിലേക്ക് വന്ന റസൂലുള്ളാഹി മുസ്ലിം സൈന്യത്തിന്റെ ആളായി മാറി. അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ട് ബദറിലേക്ക് വന്ന അബൂജഹൽ കൊടിയ മുശ്രിക്കുമായി. എന്ത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന്റെ നേരമാകട്ടെ അല്ലാത്ത സമയമാകട്ടെ ഏത് നേരത്തും അല്ലാഹ് അല്ലാഹ് റബ്ബനാ റബ്ബി എന്നല്ലാതെ ദുആ ചെയ്യില്ല. എന്നാൽ അബൂജഹൽ അങ്ങനെയല്ല. കുടുങ്ങിപ്പോകുന്ന ഘട്ടങ്ങളിൽ, പ്രയാസം വരുന്ന ഘട്ടങ്ങളിൽ അല്ലാഹ് അല്ലാഹ് എന്ന് വിളിച്ചു പ്രാർത്ഥിക്കും. നേരെ മറിച്ചോ
പ്രയാസം തീർന്നാൽ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കും, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കും. മക്കയിൽ അതേപോലെ തന്നെ ലാത്ത, ഉസ്സ, മനാത്ത അതേപോലെയുള്ള ഹജ്ജിന് വരുന്നവർക്കൊക്കെ വെള്ളം നൽകുന്ന സ്വാലിഹീങ്ങളായ വ്യക്തികളുണ്ടായിരുന്നു. അവരോട് വിളിച്ചു പ്രാർത്ഥിക്കും അല്ലേ? ലാത്തയോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. നല്ലവരല്ലേ ലാത്ത? ലാത്ത നല്ലവരാ, നല്ല പണികൾ ചെയ്യുന്നവരാ, പുണ്യം ചെയ്യുന്നവരാ. ഇതേപോലെയുള്ള ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനായിരുന്നു അബൂജഹൽ. എന്നാൽ അള്ളാഹിനോടും ദുആ ചെയ്യും, അള്ളാഹിനോടും ദുആ ചെയ്യും. റസൂലോ ഏത് ഘട്ടത്തിലും അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യും. ഇതെന്തിനാ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹിനോട് മാത്രം ദുആ ചെയ്ത് ബദറിലേക്ക് വന്നു, അത് വിജയിച്ചു. അബൂജഹൽ അള്ളാഹിനോട് വിളിച്ചു ദുആ ചെയ്ത് ബദറിലേക്ക് വന്നു. പക്ഷേ അബൂജഹൽ മുശ്രിക്കാണ്. ചില സമയങ്ങളിൽ അള്ളാഹിനോടും കൂടെ നബിമാരോടും സാലിഹീങ്ങളോടും മറ്റുള്ളവരോടും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അല്ലേ ഇതിനു വേണ്ടിയാ ബദർ നടന്നത്. ഈ വിശ്വാസം തെറ്റാണെന്ന് പറയാനാ ബദർ നടന്നത്. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും അള്ളാഹ് എന്ന് വിളിക്കാൻ മാത്രമേ പാടുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട ബദർ നടന്നത്. അതിനു വേണ്ടിയാ സഹാബത്ത് രക്തം ചിന്തിയത്. അതിനുവേണ്ടിയാ ഉപ്പയ്ക്ക് മോനെ നഷ്ടപ്പെട്ടത്, മോന് ബാപ്പാനെ നഷ്ടപ്പെട്ടത്, റസൂലുള്ളാഹിക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടത് അല്ലേ പ്രിയപ്പെട്ടവരെ? ഇന്നോ നാളെ നമ്മുടെയൊക്കെ നാടുകളിൽ പ്രിയപ്പെട്ട നോമ്പുകാരെ കുടുംബങ്ങളിൽ വിളിച്ചു പറയണം. ഈ ബദറിന്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പ്രഖ്യാപിക്കാൻ ബദർ യുദ്ധം നടന്നു. രക്തം കൊടുത്തു. ഒരു സഹാബി പറയുന്നുണ്ട്, ബദറിൽ ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ, ഞാൻ വലത്തേ കൈകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ പിന്നിലൂടെ മുശ്രിക്കിന്റെ വെട്ട് എൻ്റെ വലത്തെ തോളിലേറ്റു. എൻ്റെ വലത്തെ കൈ ആടിപ്പോയി. ഞാൻ വാൾ ഇടത്തെ കൈയിലേക്ക് മാറ്റിപ്പിടിച്ചു. ഇടത് കൈ കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ വലത്തെ കൈ ഇങ്ങനെ ആടുന്ന നേരത്ത് എനിക്കതൊരു ശല്യമായി മാറി. ഞാൻ എൻ്റെ കാലിൻ്റെ ചുവട്ടിലേക്ക് വലത്തെ കൈ വെച്ച് ആ വലത്തെ കൈയെ ചവിട്ടിപ്പിടിച്ച് ആ കൈ ഞാൻ പറിച്ചു കളഞ്ഞിട്ടാണ് ഞാൻ യുദ്ധത്തിലേക്ക് പോയത് എന്ന്. എന്തിനാ ഇതൊക്കെ ത്യാഗം ചെയ്തത്? അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത് പ്രഖ്യാപിക്കാൻ. ഇന്നോ നാളെയോ ഇതേ അവസ്ഥയിൽ ആർക്ക് വേണ്ടിയാണോ, ഏതൊരാശയത്തിന് വേണ്ടിയാണോ ബദരീങ്ങൾ പോരാടിയത്, അതേ ബദരീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നൊരവസ്ഥ നമ്മുടെ കേരളത്തിൽ നാളെ ഉണ്ടാകാൻ പോകുന്നു. നഊദു ബില്ലാഹ്. ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നൊരവസ്ഥ. പല പള്ളികളിലും വീടുകളിൽ നിന്ന് 313ഓളം പത്തിരികൾ ഉണ്ടാക്കി, പലഹാരങ്ങൾ ഉണ്ടാക്കി, അത് പള്ളികളിൽ കൊണ്ടുപോയി അത് മിക്സ് ചെയ്ത് ആ നിലയ്ക്ക് എല്ലാ നിലക്കും ബർക്കത്തുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന പേരിൽ ബദരീങ്ങളുടെ ആണ്ടെന്ന പേരിൽ പ്രിയപ്പെട്ടവരെ ബദർമാല ചൊല്ലുന്നു, ബദർ മൗലിദി ചൊല്ലുന്നു. എന്താ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? യാ അഹ്ല ബദർ എന്ന് തുടങ്ങുന്ന പദ്യങ്ങളില്ലേ? ബദരീങ്ങളെ, എനിക്ക് വരുന്ന പ്രയാസങ്ങൾ കാക്കണേ, എൻ്റെ വീടിനെ കാക്കണേ, രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ. ആരോടാ പറയുന്നത്? അള്ളാഹിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ വാളെടുത്ത്, അതിൻ്റെ പേരിൽ യുദ്ധം ചെയ്ത്, അതിൻ്റെ പേരിൽ പടച്ചറബിന് വേണ്ടി ഷഹീദായ അതേ ബദരീങ്ങളോട് തന്നെ പ്രാർത്ഥിക്കുന്നു. എന്താ അബൂജഹലും ഈ ആളുകളും തമ്മിലുള്ള വ്യത്യാസം? ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിക്കുന്ന അബൂജഹലിനോടാ നബിയും ബദരീങ്ങളും യുദ്ധം ചെയ്തത്. എന്നാൽ അതേ ബദരീങ്ങളോട് ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഈ പരിശുദ്ധ റമദാനിൽ തന്നെ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ, നമുക്കത് പാടില്ല. ബദരീങ്ങൾ ആരോട് പ്രാർത്ഥിച്ചുവോ അവരോട് നമ്മൾ പ്രാർത്ഥിക്കണം. ക്രിസ്ത്യാനികൾ ചെയ്യുന്ന പണി നമ്മൾ ചെയ്യല്ലേ? ക്രിസ്ത്യാനികൾ ഈസാ നബിയെ സ്നേഹിച്ച് 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 ഈസാ നബിയോട് തന്നെ ദുആ ചെയ്തു, അവർ പിഴച്ചുപോയി. ഇതേപോലെ തന്നെ ബദരീങ്ങളെ സ്നേഹിച്ച് 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 ആ ബദരീങ്ങളോട് തന്നെ പ്രാർത്ഥിക്കുന്നൊരവസ്ഥ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകുന്നു. പാടില്ല. ഈസാ നബിയോട് സ്നേഹമുണ്ടോ? ഈസാ നബി ആരോട് ദുആ ചെയ്തോ ആ റബ്ബിനോട് നാം ദുആ ചെയ്യണം. കന്യാമറിയം ആരോട് ദുആ ചെയ്തോ ആ റബ്ബിനോട് നാം ദുആ ചെയ്യണം. മുഹമ്മദ് റസൂലുള്ള ആരോട് ദുആ ചെയ്തോ, നബിയോട് സ്നേഹമുണ്ടെങ്കിൽ ആ റബ്ബിനോട് ദുആ ചെയ്യണം. ബദരീങ്ങൾ ആരോട് ദുആ ചെയ്തോ, ബദരീങ്ങളോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആ ബദരീങ്ങൾ ദുആ ചെയ്ത റബ്ബിനോട് ദുആ ചെയ്യണം. ഇല്ലേ, നാളെ പരലോകത്ത് ഈ ബദരീങ്ങൾ നമുക്കെതിരെ വരും. നാദാ, ഈ കൗമ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ദുആ ചെയ്യണമെന്ന്, പക്ഷേ ഇവർ റമദാൻ 17-ന് ബദരീങ്ങളുടെ ആണ്ടെന്ന പേര് പറഞ്ഞ് മൗലിദിനും മറ്റും പേര് പറഞ്ഞ് ഞങ്ങളോട് പ്രാർത്ഥിച്ചു, ഇവരെ ഞങ്ങൾക്ക് കാണണ്ട എന്ന് ബദരീങ്ങൾ നമുക്കെതിരെ തിരിയുന്ന രംഗം പ്രിയപ്പെട്ടവരെ നാം സൂക്ഷിക്കുക. എന്തിനാ ഇന്ന് പറഞ്ഞത്?
നാളെയാണ് നമ്മുടെ നാട്ടിലെ പല മഹല്ലുകളിലും ഇത് സംഭവിക്കാൻ പോകുന്നത്. മുസ്ലിമേ, നമുക്കത് പാടില്ല. അത്തരം ഭക്ഷണം കഴിക്കാൻ പാടില്ല. അല്ലാഹ് പറഞ്ഞില്ലേ ഖുർആനിൽ, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീർ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്. അല്ലാഹു തആല നിങ്ങൾക്ക് ശവം തിന്നൽ ഹറാമാക്കിയിട്ടുണ്ട്, രക്തം കുടിക്കൽ ഹറാമാക്കിയിട്ടുണ്ട്, പന്നി മാംസം ഹറാമാക്കിയിട്ടുണ്ട്. കൂടെ എന്താ പറയുന്നത്? അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നതും തിന്നൽ അല്ലാഹ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയതാ. ബിസ്മില്ല ചൊല്ലിയിട്ട് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുക. മുഹീദ്ദീൻ ഷേഖിന് വേണ്ടി അറുക്കുന്നില്ലേ? പുണ്യം കിട്ടാൻ, രോഗം മാറാൻ ബദരീങ്ങൾക്ക് വേണ്ടി അറുക്കുന്നു, ഉഹദീങ്ങൾക്ക് വേണ്ടി അറുക്കുന്നു. ചൊല്ലുന്നത് ബിസ്മി ചൊല്ലിയിട്ടാണെങ്കിലും എന്തിനാ പ്രിയപ്പെട്ടവരെ നാളെ നമ്മുടെയൊക്കെ നാട്ടിൽ പോത്തിനെ അറക്കുന്നത്, ഭക്ഷണം വിതരണം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? എന്തോ ഒരു ബർക്കത്ത് അതിലൂടെ പ്രതീക്ഷിച്ചതുകൊണ്ട്. ബദരീങ്ങൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച് ഉന്നതമായ സ്വർഗത്തിന്റെ തോപ്പിൽ ഇൻഷാ അള്ളാഹ് അവരെത്തുന്നു. പക്ഷേ ആ ബദരീങ്ങളോട് നാം ദുആ ചെയ്തിട്ട് നമ്മുടെ സ്വർഗം നാം നഷ്ടപ്പെടുത്താൻ പാടില്ല. ബദരീങ്ങൾക്ക് അത് ഇഷ്ടമില്ല. ബദരീങ്ങളെ നമ്മെ പഠിപ്പിച്ച സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാ ഞങ്ങൾ പോരാടിയതെങ്കിൽ ആ റബ്ബിനോട് തന്നെ ദുആ ചെയ്യാൻ നമ്മളും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാഹിലേക്ക് നാം കൈ ഉയർത്തണം. എന്തിനാ മുകളിൽ കൈയുയർത്തുന്നത്? മുകളിൽ നിന്ന് ഉത്തരം വരേണ്ടത്. ഈ ഭൂമിക്കടിയിലുള്ള ഒരാളോടും നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ലഅനല്ലാഹ് മൻ ദബഹ ലിഗൈരില്ലാഹ്. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടി ആരെങ്കിലും എന്തിനെങ്കിലും അറുത്താൽ അള്ളാഹ് അവരെ ശപിച്ചിരിക്കുന്നു. അള്ളാഹ്ക്കല്ലാതെ ആർക്ക് വേണ്ടി അറുത്താലും പടച്ച റബ്ബിന്റെ ശാപകോപം ആ വ്യക്തിക്കുണ്ടാകും. നമ്മൾ ചെയ്യരുത്, പങ്കാളികളാകരുത്, സഹായിക്കരുത് പ്രിയപ്പെട്ടവരെ. മറിച്ചോ, ഈ ബദറിന്റെ ദിവസം, നാളെ റമദാൻ 17 ബദർ യുദ്ധം നടന്ന ദിവസം നാം സ്മരിക്കേണ്ടത് ദീനിനു വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പോരാടിയ ആ ബദരീങ്ങൾ ചെയ്ത കഷ്ടപ്പാടിൻ്റെ 100-1 പോലും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദീനിനു വേണ്ടി ഖിദ്മകൾ ചെയ്യുക പ്രിയപ്പെട്ടവരെ. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാനും മുവഹിദായിക്കൊണ്ട് തന്നെ മരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.